PSC പോസിറ്റീവ് പോയിന്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഏപ്രിൽ 23 നടക്കാനിരിക്കുന്ന കേരാഫെഡ് അസിസ്റ്റന്റ്, അപ്പെക്സ് സൊസൈറ്റീസ് LDC തുടങ്ങിയ എക്സാമുകൾക്ക് വേണ്ടി സിലബസ് അനുസരിച്ചുള്ള ക്ലാസ്സുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടറിൽ നിന്നാണ്. 10 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് കമ്പ്യൂട്ടർ എന്ന ടോപ്പിക്കിൽ നിന്ന് വരുന്നത്. ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഇൻ്റർനെറ്റ്, സൈബർ ക്രൈംസ് ആൻഡ് സൈബർ ലോസ്, ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ഹാർഡ്വെയറിൽ വരുന്നത് ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് മെമ്മറി ഡിവൈസസ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻപുട്ട് ഡിവൈസസ് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപേ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. ഇതുവരെയുള്ള ക്ലാസ്സുകൾ കാണാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി ഈ ഒരു എക്സാമിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ്. ഇൻപുട്ട് ഡിവൈസസും ഔട്ട്പുട്ട് ഡിവൈസസും വരുന്നത് ഹാർഡ്വെയേഴ്സിലാണ്. എന്താണ് ഹാർഡ്വെയർ, എന്താണ് സോഫ്റ്റ്വെയർ എന്ന് നോക്കാം. ഒരു കമ്പ്യൂട്ടറിൻ്റെ കാണാനും തൊടാനും പറ്റുന്ന ഭാഗങ്ങളാണ് ഹാർഡ്വെയേഴ്സ്. ഒരു കമ്പ്യൂട്ടറിൽ നമുക്ക് എന്തൊക്കെ ഡിവൈസസ് കാണാൻ സാധിക്കുന്നുവോ അതെല്ലാം ഹാർഡ്വെയേഴ്സ് ആണ്. എക്സാമ്പിൾ കീബോർഡ്, മൗസ്, പ്രിൻ്റർ എക്സെട്ര. എന്നാൽ ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ആവശ്യമായ ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാണ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അത് നമുക്ക് കാണാൻ കഴിയില്ല അല്ലെങ്കിൽ തൊടാൻ കഴിയില്ല. ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നിർദ്ദേശങ്ങളാണ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഇങ്ങനെ രണ്ടെണ്ണമുണ്ട്. അത് നമുക്ക് പിന്നെ പഠിക്കാം. നമ്മളുടെ ടോപ്പിക്ക് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. ഈ ഹാർഡ്വെയേഴ്സിനെ മൂന്നായിട്ട് തരംതിരിക്കാം. അത് ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് CPU. ഹാർഡ്വെയേഴ്സിനെ, കമ്പ്യൂട്ടറിൻ്റെ കാണാനും തൊടാനും പറ്റുന്ന ഭാഗങ്ങളാണ് ഹാർഡ്വെയേഴ്സ്. ഇതിനെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു: ഇൻപുട്ട് ഡിവൈസസ്, ഔട്ട്പുട്ട് ഡിവൈസസ് ആൻഡ് CPU. ഇൻപുട്ട് ഡിവൈസസ് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡിവൈസുകളാണ് ഇൻപുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഡിവൈസസ് ആണ് ഇൻപുട്ട് ഡിവൈസസ്. എക്സാമ്പിൾ കീബോർഡ്, നമ്മൾ ടൈപ്പ് ചെയ്തിട്ട് ഇൻസ്ട്രക്ഷൻ കൊടുക്കാൻ വേണ്ടി. മൗസ്, ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണ്ട ഡാറ്റാസ് കൊടുക്കാം. സ്കാനർ, ട്രാക്ക് ബോൾ, ജോയ്സ്റ്റിക്ക്, OMR, MICR, ഇതെല്ലാം എന്താണ്? ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഇത് കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നു. കീബോർഡ് എന്തുതരം ഡിവൈസാണ്? അത് ഇൻപുട്ട് ഡിവൈസാണ്. കമ്പ്യൂട്ടറിലേക്ക് ഡാറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഡിവൈസാണ്. കീബോർഡ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി ഇൻപുട്ട് ഡിവൈസാണ്. കീബോർഡിൻ്റെ ഉപജ്ഞാതാവാണ് ക്രിസ്റ്റഫർ ഷോൾഡ്. കീബോർഡിൽ 104 കീസ് ഉണ്ട്. അതിൽ 12 ഫങ്ഷണൽ കീസാണ് ഉള്ളത്. F1, F2, F3 അങ്ങനെ 12 ഫങ്ഷണൽ കീസ് ഉണ്ട്. ആൾട്ട്, കൺട്രോൾ, ഷിഫ്റ്റ് ഇതെല്ലാം മോഡിഫയർ കീസാണ്. ആൾട്ട്, കൺട്രോൾ, ഷിഫ്റ്റ് ഇത് എന്ത് തരം കീസാണ്? ഇത് മോഡിഫയർ കീസാണ്. ക്യാപ്സ് ലോക്ക്, നമ്പർ ലോക്ക് എന്നിവ ടോഗിൾ കീസാണ്. ടോഗിൾ കീസ് മീൻസ് ലൈറ്റ് ഓൺ ആവുന്നതും ഓഫ് ആവുന്നതുമായ കീസാണ്. ക്യാപ്സ് ലോക്ക്, നമ്പർ ലോക്ക് ഇവ ടോഗിൾ കീസാണ്. 4 ആരോസ്, മുകളിലേക്കും താഴേക്കും ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും, പേജ് അപ്പ്, പേജ് ഡൗൺ, ഹോം, എൻഡ് ഇതെല്ലാം എന്താണ്? നാവിഗേഷണൽ കീസാണ്. 4 ആരോസ്, പേജ് അപ്പ്, പേജ് ഡൗൺ, ഹോം, എൻഡ് ഇതെല്ലാം നാവിഗേഷണൽ കീസാണ്. കീബോർഡ് ക്യാരക്ടർ എൻകോഡിംഗ് സ്റ്റാൻഡേർഡ്. നോർമലി യൂസ് ചെയ്യുന്ന കീബോർഡ് ക്യാരക്ടർ എൻകോഡിംഗ് സ്റ്റാൻഡേർഡാണ് ASCII എന്ന് പറയുന്നത്. അതായത് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷയിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് ഈ എൻകോഡിംഗ് സ്റ്റാൻഡേർഡ് ചെയ്യുന്നത്. കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന ഭാഷ ഏതാണ്? ബിറ്റ് 0, 1 ഉൾപ്പെടുന്ന ബിറ്റ് ഭാഷയിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കൺവേർട്ട് ചെയ്യുന്നത് ഈ എൻകോഡിംഗ് സ്റ്റാൻഡേർഡാണ്. കമ്പ്യൂട്ടറിൻ്റെ ഏറ്റവും ചെറിയ മെമ്മറി യൂണിറ്റാണ് ബിറ്റ്. ബിറ്റ്. നോർമലി യൂസിങ് എൻകോഡിംഗ് സ്റ്റാൻഡേർഡാണ് ASCII. ASCII മീൻസ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. ASCII മീൻസ് അമേരിക്കൻ സ്റ്റാൻഡേർഡ് കോഡ് ഫോർ ഇൻഫർമേഷൻ ഇൻ്റർചേഞ്ച്. EBCDIC ഇതും ഒരു എൻകോഡിംഗ് സ്റ്റാൻഡേർഡാണ്. എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ് ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്. എക്സ്റ്റെൻഡഡ് ബൈനറി കോഡഡ്
ഡെസിമൽ ഇൻ്റർചേഞ്ച് കോഡ്. മറ്റൊരു ഇൻപുട്ട് ഡിവൈസാണ് മൗസ്. മൗസ് ഒരു പോയിൻറ്റിംഗ് ഡിവൈസാണ്. പോയിൻറ്റിംഗ് ഇൻപുട്ട് ഡിവൈസാണ് മൗസ്. മൗസിൻ്റെ ഉപജ്ഞാതാവ് ഡഗ്ലസ് ഏംഗൽ ബർട്ട്. മൗസിൻ്റെ ഉപജ്ഞാതാവാണ് ഡഗ്ലസ് ഏംഗൽ ബർട്ട്. മൗസിൻ്റെ സ്പീഡ് അളക്കുന്ന യൂണിറ്റാണ് മിക്കീസ് പെർ സെക്കൻഡ്. മിക്കി മൗസ് എന്ന് ഓർത്താൽ മതി. മൗസിൻ്റെ സ്പീഡ് അളക്കുന്ന യൂണിറ്റ് മിക്കീസ് പെർ സെക്കൻഡ്. മൗസിന് ഒരു ലെഫ്റ്റ് ബട്ടൺ ഉണ്ട്, റൈറ്റ് ബട്ടൺ ഉണ്ട്, നടുവിലൊരു സ്ക്രോൾ ബട്ടൺ ഉണ്ട്. ലെഫ്റ്റ് ബട്ടൺസ് ഐക്കൺസ് സെലക്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. അതുപോലെ ഫോൾഡർ ഓപ്പൺ ചെയ്യാനാണ് റൈറ്റ് ബട്ടൺ ഉപയോഗിക്കുന്നത്. സ്ക്രോൾ ബട്ടൺ മുകളിലേക്കും താഴേക്കും പേജസിനെ കൊണ്ടുപോകാൻ സ്ക്രോൾ ബട്ടൺ ഉപയോഗിക്കുന്നു. മൗസ് ഒരു പോയിൻറ്റിംഗ് ഡിവൈസാണ്. മൗസിൻ്റെ ഉപജ്ഞാതാവാണ് ഡഗ്ലസ് ഏംഗൽ ബർട്ട്. മൗസിൻ്റെ സ്പീഡ് അളക്കുന്ന യൂണിറ്റാണ് മിക്കീസ് പെർ സെക്കൻഡ്. സ്കാനർ ഒരു ഇൻപുട്ട് ഡിവൈസസ് ആണ്. ഡാറ്റാസ് സ്കാൻ ചെയ്തിട്ടാണ് കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യുന്നത്. സ്കാനർ പേപ്പർ ഡോക്യുമെൻറ്റ്സിനെ ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റുന്നു. പേപ്പർ ഡോക്യുമെൻറ്റ്സിനെ ഇലക്ട്രോണിക് ഫോമിലേക്ക് മാറ്റാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് സ്കാനർ. ട്രാക്ക് ബോൾ മൗസിന് പകരം യൂസ് ചെയ്യുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ്. ജോയ്സ്റ്റിക്ക് ഗെയിം കളിക്കുന്ന സമയത്തൊക്കെ നിർദ്ദേശം കൊടുക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ്. ചെക്കിന് താഴെ പ്രിൻ്റ് ചെയ്തിട്ടുള്ള അക്കങ്ങൾ ബാങ്കിലൊക്കെ വായിക്കാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസാണ് MICR. ചെക്കിന് താഴെ പ്രിൻ്റ് ചെയ്തിട്ടുള്ള അക്കങ്ങൾ വായിക്കാൻ ഉപയോഗിക്കുന്ന ഇൻപുട്ട് ഡിവൈസ് MICR. An input device that interprets pencil or pen marks on paper media is optical mark reader or OMR. An input device that interprets pencil or pen marks on paper media is optical mark reader അല്ലെങ്കിൽ OMR. മത്സര പരീക്ഷകളിൽ മൂല്യനിർണ്ണയം നടത്താൻ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഡിവൈസാണ് OMR. പ്രിൻ്റ് ചെയ്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരകളെ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് നമ്പറാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഡിവൈസാണ് ബാർകോഡ് റീഡർ. പ്രിൻ്റ് ചെയ്ത ബ്ലാക്ക് ആൻഡ് വൈറ്റ് വരകളെ ഡീകോഡ് ചെയ്യുന്ന സമയത്ത് നമ്പറാക്കി മാറ്റാൻ ഉപയോഗിക്കുന്ന ഡിവൈസ് ബാർകോഡ് റീഡർ. വെബ് ക്യാം, ഡിജിറ്റൽ ക്യാമറ, പെൻ ഇൻപുട്ട് ഇതെല്ലാം മറ്റ് ഇൻപുട്ട് ഡിവൈസുകളാണ്. അടുത്തത് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. ഇൻപുട്ട് ഡിവൈസസ് ഉപയോഗിച്ച് കൊടുത്ത ഡാറ്റാസ് പ്രോസസ്സ് ചെയ്ത് അതിൻ്റെ ഔട്ട്പുട്ട് തരാൻ ഉപയോഗിക്കുന്ന ഔട്ട്പുട്ട് തരുന്ന ഡിവൈസസ് ആണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ മോണിറ്റർ, പ്രിൻ്റർ ഒക്കെയാണ്. ആദ്യം മോണിറ്റർ നോക്കാം. മോണിറ്ററിൻ്റെ മറ്റൊരു പേരാണ് VDU അല്ലെങ്കിൽ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. VDU ഫുൾ ഫോം ഇമ്പോർട്ടൻ്റ് ആണ്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ്. ഈ മോണിറ്ററിൻ്റെ റെസൊല്യൂഷൻ അളക്കുന്നത് പിക്സൽസിൻ്റെ അടിസ്ഥാനത്തിലാണ്. റെസൊല്യൂഷൻ ഓഫ് മോണിറ്റർ ബേസ്ഡ് ഓൺ പിക്സൽസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മോണിറ്റേഴ്സ് ആർ CRT, LED, LCD, TFT. 3D monitor, plasma. CRT means cathode ray tube, LED means light emitting diode, LCD liquid crystal display, TFT thin film transistors. CRT cathode ray tube, LED light emitting diode, LCD liquid crystal display, TFT thin film transistors. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റേഴ്സ് ആണ് മോണോക്രോം മോണിറ്റർ എന്ന് അറിയപ്പെടുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോണിറ്റേഴ്സ് മോണോക്രോം മോണിറ്റർ അല്ലെങ്കിൽ സിംഗിൾ കളർ മോണിറ്റർ എന്ന് അറിയപ്പെടുന്നു. മറ്റൊരു ഔട്ട്പുട്ട് ഡിവൈസാണ് പ്രിൻ്റർ. ഹാർഡ് കോപ്പി നമുക്ക് തരുന്ന ഡിവൈസാണ് പ്രിൻ്റർ. ഹാർഡ് കോപ്പി മീൻസ് പേപ്പർ കോപ്പി. കമ്പ്യൂട്ടറിനുള്ളിൽ സേവ് ചെയ്യുന്ന കോപ്പിയാണ് സോഫ്റ്റ് കോപ്പി എന്ന് പറയുന്നത്. പ്രിൻ്റർ രണ്ട് തരത്തിലുണ്ട്, ഇമ്പാക്റ്റ് പ്രിൻ്ററും നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററും. ഇമ്പാക്റ്റ് പ്രിൻ്ററിന് എക്സാമ്പിളാണ് ലൈൻ പ്രിൻ്റർ, ഡോട്ട് മാട്രിക്സ്, ഡ്രം, ചെയിൻ, ക്യാരക്ടർ ആൻഡ് ഡെയ്സി വീൽ പ്രിൻ്റർ. ഇമ്പാക്റ്റ് പ്രിൻ്ററിന് ഉദാഹരണങ്ങൾ ലൈൻ, ഡോട്ട് മാട്രിക്സ്, ഡ്രം, ചെയിൻ, ക്യാരക്ടർ ആൻഡ് ഡെയ്സി വീൽ പ്രിൻ്റർ. ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ കാർബൺ കോപ്പി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു. കാർബൺ കോപ്പി എടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രിൻ്ററാണ് ഡോട്ട് മാട്രിക്സ് പ്രിൻ്റർ. നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിന് ഉദാഹരണങ്ങളാണ് ഇങ്ക് ജെറ്റ് പ്രിൻ്റർ, ലേസർ പ്രിൻ്റർ ആൻഡ് തെർമോ പ്രിൻ്റർ. ഇങ്ക് ജെറ്റ് പ്രിൻ്റർ, ലേസർ പ്രിൻ്റർ ആൻഡ് തെർമോ പ്രിൻ്റർ. ലേസർ പ്രിൻ്റർ കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള പ്രിൻ്ററാണ്. ഫാസ്റ്റസ്റ്റ് പ്രിൻ്റർ എന്ന് പറയുന്നത് ലേസർ പ്രിൻ്ററാണ്. ലേസർ പ്രിൻ്ററിൻ്റെ മറ്റൊരു പേരാണ് പേജ് പ്രിൻ്റർ. ലേസർ പ്രിൻ്ററിൻ്റെ മറ്റൊരു പേര് പേജ് പ്രിൻ്റർ. പ്രിൻ്ററിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് ഡോട്ട്സ് പെർ ഇഞ്ച് ഉപയോഗിച്ചാണ്.
പ്രിൻ്ററിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത് ഡോട്ട്സ് പെർ ഇഞ്ച് ഉപയോഗിച്ചാണ്. DPI ഫുൾ ഫോം ഡോട്ട്സ് പെർ ഇഞ്ച്. പ്രിൻ്ററിൻ്റെ മുൻഗാമിയാണ് പഞ്ച് കാർഡ്. പ്രിൻ്ററിൻ്റെ ആദ്യകാല രൂപം പഞ്ച് കാർഡ്. പഞ്ച് കാർഡ് കണ്ടുപിടിച്ചത് ഹെർമൻ ഹോളറിത്താണ്. പഞ്ച് കാർഡ് കണ്ടുപിടിച്ചത്. ഹെഡ്ഫോൺസ്, കമ്പ്യൂട്ടർ സ്പീക്കർ, പ്രോജക്ടർ, GPS, സൗണ്ട് കാർഡ്, പ്ലോട്ടർ, വീഡിയോ കാർഡ്, ബ്രെയിലി റീഡർ ഇതെല്ലാം മറ്റ് ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. ഹെഡ്ഫോൺസ്, കമ്പ്യൂട്ടർ സ്പീക്കർ, പ്രോജക്ടർ, GPS, സൗണ്ട് കാർഡ്, പ്ലോട്ടർ, വീഡിയോ കാർഡ്, ബ്രെയിലി റീഡർ ഇതെല്ലാം എന്താണ്? മറ്റ് ഔട്ട്പുട്ട് ഡിവൈസുകളാണ്. ഏതൊക്കെയാണ് ഇൻപുട്ട് ഡിവൈസസ്, ഏതൊക്കെയാണ് ഔട്ട്പുട്ട് ഡിവൈസസ് എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. ഇൻപുട്ടായും ഔട്ട്പുട്ടായും ഉപയോഗിക്കുന്ന ചില ഡിവൈസുകളുണ്ട്. അത് മോഡം, ടച്ച് സ്ക്രീൻ, ഹെഡ്സെറ്റ്, ഓഡിയോ കാർഡ്, നെറ്റ്വർക്ക് കാർഡ് ഇതെല്ലാം ഇൻപുട്ടും ഔട്ട്പുട്ടുമായി ഉപയോഗിക്കാവുന്ന ഡിവൈസുകളാണ്. മോഡം, ടച്ച് സ്ക്രീൻ, ഹെഡ്സെറ്റ്, ഓഡിയോ കാർഡ്, നെറ്റ്വർക്ക് കാർഡ് ഇതെല്ലാം എന്താണ്? ഇൻപുട്ടായും ഔട്ട്പുട്ടായും ഉപയോഗിക്കാവുന്ന ഡിവൈസുകളാണ്. ഹാർഡ്വെയറിൽ വരുന്ന മൂന്നാമത്തെ പാർട്ടാണ് CPU, സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ്. ബ്രെയിൻ ഓഫ് കമ്പ്യൂട്ടർ എന്നറിയപ്പെടുന്നത് CPU ആണ്. കമ്പ്യൂട്ടറിൻ്റെ ബ്രെയിൻ എന്നറിയപ്പെടുന്നത് CPU ആണ്. ഇതിൽ 3 പാർട്ട് വരുന്നുണ്ട്. ALU, അരിത്തമെറ്റിക് ആൻഡ് ലോജിക്കൽ യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്. ALU, കൺട്രോൾ യൂണിറ്റ്, മെമ്മറി യൂണിറ്റ്. ALU ഉപയോഗിക്കുന്നത് ഗണിതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനാണ്. കൺട്രോൾ യൂണിറ്റ് ഈ കമ്പ്യൂട്ടറിൻ്റെ പ്രവർത്തനങ്ങൾ കൺട്രോൾ ചെയ്യുന്നു. മെമ്മറി യൂണിറ്റ് നമ്മൾ കൊടുത്ത ഡാറ്റാസ് സൂക്ഷിച്ചു വെക്കുകയും അത് പ്രോസസ്സിങ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഔട്ട്പുട്ടും സൂക്ഷിച്ചു വെക്കുന്നത് ഈ മെമ്മറി യൂണിറ്റാണ്. ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞത് ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഡിവൈസസ് ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റ് പ്രധാനപ്പെട്ട ടോപ്പിക്കുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്